ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. വ്യോമമാർഗത്തോളമുത്ഥിതമായൊരു ഹോമധൂപം കണ്ട് രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ, ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനയച്ചിടുക സാമോദമാശു കപികുലവീരരേ. ശ്രീരാമസുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നങ്ങ് രാവണ മന്ദിരം പുക്ക് പുരപാലകന്മാരെയും കൊന്നു മർക്കടവീരർ ഒരുമിച്ചനാകുലം വാരണവാജിരഥങ്ങളെയും പൊടിച്ച് ആരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ സരമാനിജകര സംജയ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിപെടുത്തം ഗതൻ തത്ര ഗുഹയിലകം പുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായി തന്തികേ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയ തെറ്റെന്നു ചെന്ന് ഗുഹയിലിറങ്ങിന. കണ്ണുമടച്ചങ്ങ് ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽക്കയും സംഭാര സഞ്ചയം പീഡിച്ചു കൊൽക്കയും സംഭാര സഞ്ചയം കുണ്ഠത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ച് ഖണ്ഡിച്ചത് ലഘുമേഖലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹൽസ്രുവം പാവനീ ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ. അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മനസ്സേ രാവണനും ജയകാംക്ഷയാ. മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്തനിവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തത് ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരർ എന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത് പോരെ
പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ട് നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാദേ ബലിയസി മാനസേ ഹാവിധി വൈഭവം എത്രയും അത്ഭുതം. അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവി. ശത്രുക്കൾ വന്ന് അവളെ പിടിച്ചത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമം ഏവനും. നാണവും പത്നിയും വേണ്ടിയിലിവന് തൽപ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്നു തൻവാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനത് കണ്ട് തുംഗശരീരികളായ കപികളും രാത്രീഞ്ചരേശ്വര പത്നിയെയും അയച്ച് ആർത്തു വിളിച്ചു പുറത്തു പോനീടിനാർ. ഹോമം അശേഷം മുടക്കി വയമെന്ന് രാമാന്തികെ ചെന്ന് കൈതൊഴുതീടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്ക് സംസാരവും അത് കാരണം. ശോകഭയ ക്രോധ ലോഭമോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളക നീ. ജ്ഞാനസ്വരൂപനാത്മാവരൻ അദ്വയനാനന്ദപൂർണ സ്വരൂപൻ അലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിന് മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലൊരു സംശയം. അല്ലാകിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പൻ ഇല്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യിൽ നീ. സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോട് കൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ. പാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രഹിച്ചത് കേട്ടു മണ്ഡോദരി ദശഗ്രീവനോടിത്തം പറഞ്ഞാൾ അതു നേരം. വ്യഗ്രിച്ചത് കേട്ട് മണ്ഡോദരി ദശഗ്രീവനോടിത്തം പറഞ്ഞാൾ അതു നേരം. രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്ന് ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നും 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി
ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നുമന്നിടം തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശിപുതന്മാരിടം കൈനഖം കൊണ്ട് പിളർന്നതും 3 അടി മണ്ണു ബലിയോടി യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോർ അസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രി സുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്ന് ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടു പോന്നു വൃഥ നിർലജ്ജനാകയാൽ മൂഢ ജഡപ്രഭു. വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാം ഇനി കാനനം വാഴുക തപസ്സിന. മണ്ടോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാൻ അതു നേരം. പുത്രമിത്രാമാദ്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടു. ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് തീർത്തു യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യമനുഭവിച്ചിടുവൻ. രാമരാവണ യുദ്ധം. ഇതം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ട് ബദ്ധമോദം പുറപ്പെട്ടിത് രാവണൻ. മൂലബലാദികൾ സംഗരത്തിന് തൽക്കാലെ പുറപ്പെട്ടു വന്നിത് ഭൂതലെ. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും. 10 പടനായകന്മാരൊരുമിച്ച് 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നത് മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും. ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങൾ ഇവരോട് മാനം നടിച്ച് ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുകെ വരും എന്നരുൾ ചെയ്ത് നിശാചരസേനയിൽ ചെന്ന് ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ട് രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിനങ്ങ് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞത് സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം അന്നേരം. എന്നോട് തന്നെ പൊരുന്നിത് രാഘവനെന്ന് തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുദ്ധാനാവലിയോട് രഘൂത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയതില്ലേതുമേ. വാസരരാത്രി നിശാചരവാനരമേദിനി വാരധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞത്. മേതുരന്മാരായ രാക്ഷസവീരരും
ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞത് പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീഥിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്ത് ഭയങ്കരമാം വണ്ണം രാമജാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ട് ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ട് നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനേനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞത് രാഘവനന്നേരം. മർക്കടനായകന്മാരോട് അരുൾ ചെയ്തു ഇക്കണക്കായ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾപ്പുണ്ട് ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനത് നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താത സഹോദര നന്ദന വല്ലഭ നാഥ നമുക്ക് അവലംബനമാരല്ലോ. വൃദ്ധയായ ഏറ്റം വിരൂപയായുള്ളൊരു നത്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർത്തിച്ചു വന്നിതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമിതിൽ പരം പേരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാഭാവി രാവണൻ അർത്ഥപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ച് സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ല എങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതന്മേലിൽ നന്നായി വരുമവൻ നീചനിവൻ കുലമുക്കം മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പേടിച്ച് കാട്ടിലാക്കി ചമച്ചീടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്ത് ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജനദ്വേഷവുമുണ്ടിവന് ആരോടുമില്ല കൃപയും ഒരിക്കലും. ഇമ്മഹാഭാവി ചെയ്ത ഒരു കർമ്മത്തിനാൽ നമ്മെയും ദുഃഖിക്കുമാറാക്കിനാനിവൻ യുദ്ധം
പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ട് ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നത് കേട്ട് വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ട് ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങിനാർ. ഏറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതനാദരിച്ച് ഉന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നത് ചാബലമെന്നിയേ. വാനരവീരരും രാക്ഷസരോട് എതിർത്താരത് കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരവീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം. വാഹനമാകിന വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നത് കണ്ടു വിരൂപ വിലോചനൻ ചെന്നത് വാളും പരിചയം കൈക്കൊണ്ട് കുന്നുകൊണ്ടെന്ന് എറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്ന് വിരൂപാക്ഷനും അഥ വെട്ടിനാൻ വാനരനായക പക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനത് കൊണ്ടവൻ തെറ്റെന്ന് കാലപുരം പൊക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടെടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവൻ അവനെയും. മൃത്യുപുരത്തിനയച്ചത് കണ്ട് അതിക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും. അംഗദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും മിഴികളോട് ആശരാധീശനും പോർമതത്തോടും അടുത്ത് കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാനൂഴിയിൽ രാമനും ഐന്ദ്രാസ്ത്രമെയ്ത് തടുത്തത് താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമും എയ്താനത് വന്നളവ് ആതുരന്മാരായതാശു കവികളും വാരണസൂകര കുക്കുട ക്രോഷ്ടുക സാരമേയോരക സൈരിഭവായസ വാനരസിംഹരൊരു മൃഗകാക കൃദ്ധാനമായി വരും ആസുരാസ്ത്രാത്മകം മുദ്ഗരപട്ട സശക്തി പരശ്വത ഖഡ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നാൾത്തു കണ്ടളവ് ആത്മേയമസ്ത്രമെയ്താൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്ന് നിറഞ്ഞളവ് ആസുരമാസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രമാം അൽപേതരായുധം കാണായി തന്തിയെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും. സൗര്യാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആ ഖണ്ഡലവൈരിയും ചണ്ഡകരാംശസമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവ് ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനത് കൊണ്ടുടൻ ഏറി മുറിഞ്ഞത് നത്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണൻ 7 ശരങ്ങളാലു കൂടുതൽ ക്ഷണേകേത് ഖണ്ഡിച്ചു വീഴ്ത്തിയിടിന 5 ശരമെയ്ത് സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗത കൊണ്ട് വിഭീഷണൻ തച്ചു കൊന്നാനത് നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശു വേൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചത്
ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചത് വീണത് 3 നുറുങ്ങി മഹിതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയം കൊടുത്തൊരു വേൽ കൈക്കൊണ്ട് ചാട്ടുവാനോങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മുൾപ്പുക്ക് ബാണങ്ങളെയ്ത് നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട്, നന്നു നീ എത്രയും രക്ഷിച്ചവാറ് വിഭീഷണനെ തഥാ രക്ഷിക്കിൽ നന്ന് നിന്നെ പുനരെന്നോട് ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ കണ്ടിക്ക വേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്ന് തറച്ചതു മാറത്ത് ശക്തിയും. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണുകുമാരനും വേൽ കൊണ്ട് ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറിപ്പതിനാർക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞ് രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമൂട് മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതന്നയ സുഷേണജകൾ പ്രാണപുത്രാദികളോട് അരുൾ ചെയ്താൽ ലക്ഷ്മണൻ തന്നോട് ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊള്ളിൻ, വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോട് രക്ഷോഭരനെ വധിക്കുന്നതുണ്ട് ഞാൻ. കല്യാണം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളിൻ നിങ്ങൾ എല്ലാവരും ഇന്ന് മൽക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ ഹർക്കാത്മജാതികളോടും ഒരുമിച്ച് വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായത് രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിലില്ലെന്നുള്ള ഇല്ലിനി. രാത്രിഞ്ചരനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡവം ശക്തിയിലുള്ളവനാകിൽ ഞാൻ. സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിച്ചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവനുരായുധവാണി എന്നാകിൽ നിസംശയം ദേവാസുരോരക ചാരണതാപസരേവരും കണ്ടറിയണം മമബലം. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്ത് യുദ്ധം തുടങ്ങിയിടിനാൻ. തൽസമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ട് തൂക്കിത്തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരിച്ചൊരിയുന്നത് പോലെ ബാണഗണം പൊഴിച്ചിടുന്നത് നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണ് കിടക്കുന്നതോർത്തുള്ളിൽ ആദ്യമൂർത്ത് രഘുകുലനായകൻ താരേതാതനോടേവം അരുൾ ചെയ്തു. ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലെ വാഴ്കയിൽ നല്ലതൽ എനിക്കിനി. ഭ്രാതാവുതനോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കെൽപ്പുമില്ലാതെ നമുക്ക് നിൽപ്പാനുമേതുമരുത് മനസ്സിനും വിഭ്രമമേറി വരുന്നത് മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല. നഷ്ടമായി വന്നിത് മാനവും മനസ്സേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോട് ആശ ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്ന നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലാത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്ന് ഉണർത്തിച്ച അനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും.
മുന്നേ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്ന് തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നേ വരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു. രാമനും നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നോട് ധൈര്യവും പോയതു മാനസേ എന്നത് കേട്ടൊരു ചെയ്തു കുമാരനും ഒന്ന് തിരുമനസ്സെങ്കിലുണ്ടാകണം. സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊള്ളുക. ജഗത്രയം വൈകാതെ ലക്ഷ്മണൻ ചൊന്നത് കേട്ട് രഘുത്തമൻ രക്ഷോവരനോട് തീർത്താൻ അതിദ്രുതം. തേരും ഒരുമിച്ച് വന്ന ദശാസനം ഓരനു രാഘവനോട് എതിർത്തിയിടിനാൻ. പാരിൽ നിന്നിച്ഛ്വാകുവംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും പോരതി ഘോരമായി ചെയ്തോരു നേരത്ത് പാരം ഇളപ്പം രഘൂത്തമനുണ്ടെന്ന് നാരദനാദികൾ ചൊന്നത് കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ. മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവൻ നിഹിതം വരുമാറി നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലിതാനത് കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിന് ഞാൻ ദേവേന്ദ്രശാസനയാ വിടകൊണ്ടിത് തേരിതിലാശകരേറുക പൂർണ്ണായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നത് കേട്ട് രഥത്തെയും വന്ദിച്ചു. മന്നവൻ തേരിലാമാറ് കരേറിനാൻ. തന്നോട് തുല്യനായി രാഘവനെ കണ്ട് മുന്നിലാമാറുന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമെയ്തിയിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചത് നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാം അസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമെയ്തു. രഘുനാഥനും മാതലിമേലും ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞത്. വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്ന് തേർത്തട്ടിൽ നിൽക്കും വിധു കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നേടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതു. കാലപുരത്തിനയപ്പിനിയെന്ന് ശൂലം പ്രയോഗിച്ച് ദാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ട് തടപുറാഞ്ഞോർത്തുടൻ വൃത്രാരി തന്നോട് തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു. രഘുനാഥനും പത്തു നുറുങ്ങി വീണു അത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ ദുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചത് രാഘവൻ. സാരഥിതേരും തിരിച്ച് അടിച്ചാർത്തനായി പോരിൽ ഘോഷിച്ചു നിർത്തിയിടിനാൻ. അന്നേരം ആലസ്യമൊട്ടകന്നു ഒരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ. എന്തിനായിക്കൊണ്ട് നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാനത്ര ദുർബലനാകയോ. കൂടലേരോട് എതിർത്താൽ ഞാൻ ഒരുത്തനോടോടി ഒളിച്ചവാറെന്ന് കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്കെനി രാമന് നീ അതിബാന്ധവനെന്ന് അറിഞ്ഞേനഹം. യുദ്ധം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ.
രാമന് സ്നേഹമുണ്ടായിട്ടുമല്ലമൽ സ്വാമിയെ അല്ലമേ രാമനോടേറ്റു പൊരുതു നിൽക്കുന്ന നേരം ആമയം പൂണ്ട് തളർന്നത് കണ്ട ഞാൻ സ്നേഹം ഭവാനെ കുറിച്ച് ഏറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ട് ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്ന് കൽപ്പിച്ചത്രേ. സാരഥി താൻ അറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയകാലവും പാരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു എന്നത് കേട്ട് തെളിഞ്ഞത് രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനിയൊന്നുകൊണ്ടും എടു ഇന്നോട് നാളെയോടൊന്ന് തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയ നീ സൂതനും തേരതിവേഗേന കൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തത് രാമനും തങ്ങളിൽ ഏറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്ന നേരം എങ്ങനെയെന്നറിഞ്ഞീല. അഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദം എന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം.